നമുക്ക് മലയാളികൾക്ക് ഇനി മുതൽ നമുക്ക് ഊണ് ഇങ്ങനെ കഴിക്കാം. ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് പ്രമേഹവും വരത്തില്ല, ഫാറ്റ് ലിവറും വരത്തില്ല. ഒന്നാമത്തെ തെറ്റ്, നമ്മളിങ്ങനെ കൂന കൂട്ടി വെക്കുന്നൊരു സാധനമുണ്ട് ഊണ് കഴിക്കുമ്പോൾ. ഞാൻ ഈ കല്യാണ വീട്ടിൽ പോയാലും ഹോട്ടലിൽ പോയാലും ഞാൻ നോക്കിയിട്ട് 90% മലയാളികളും കഴിക്കുന്നത് കൂടുതൽ ചോറാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സാണ് ചോറെന്ന് പറയുന്നത്, അഥവാ പഞ്ചസാരയുടെ സോഴ്സ്. അപ്പം നമ്മൾ ഊണ് കഴിക്കുമ്പോഴത്തേക്കും ഈ പഞ്ചസാരയുടെ സോഴ്സിനെ 30% താഴെയാക്കണം നമ്മൾ ഈ പ്ലേറ്റിൽ. അപ്പം നമ്മുടെ പ്ലേറ്റിനെ ബാലൻസ്ഡ് ആയിട്ട് മാറ്റണം. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേറ്റിൽ പഞ്ചസാരയുടെ സോഴ്സ്, കാർബോഹൈഡ്രേറ്റഡ് സോഴ്സ് വേണം, പ്രോട്ടീൻ്റെ സോഴ്സ് വേണം, അതുപോലെ പച്ചക്കറികളും വേണം. അപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വെജിറ്റബിൾസും കൂടെ ചേർന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഊണെടുക്കുമ്പം കാർബോഹൈഡ്രേറ്റ് അഥവാ പഞ്ചസാരയുടെ സോഴ്സായിട്ട് ചോറിനെ നമ്മളൊരു പ്ലേറ്റിൽ നടുക്ക് നമ്മളിങ്ങനെ ചെറുതാക്കി വെച്ചു. ആ കൂനേനെ നമ്മൾ വെട്ടി ചെറുതാക്കി. അതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറിയായിട്ട് ഇപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, അവിയലുണ്ട്. പിന്നെ പ്രോട്ടീൻ്റെ സോഴ്സായിട്ട് എനിക്കിപ്പം ഫിഷുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ ഇത്തിരി ഓയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫാറ്റും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പിക്കിളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്കൊരു ബാലൻസ്ഡ് ഡയറ്റാക്കി എൻ്റെ ഊണിനെ മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന അതേ ചോറ് തന്നെ അതിൻ്റെ അളവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തപ്പം അത് ബാലൻസ്ഡ് ആയിട്ട് മാറി. നിങ്ങൾ കഴിക്കുന്ന ചിലപ്പം 90% പഞ്ചസാരയായിരിക്കും, എന്ന് വെച്ചാൽ ഈ ഊണ് അഥവാ ചോറായിരിക്കും. ബാക്കി തൊടുകറികൾ പോലെ ആയിരിക്കും ഈ കറികൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ 5% കുറയും, പ്രോട്ടീൻ 1% കുറയും. അങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നത് മുഴുവൻ പഞ്ചസാരയാണ്. നമ്മുടെ ഷുഗർ കൂടും. ഈ പഞ്ചസാരയിൽ നിന്ന് തന്നെ നമുക്ക് കൊഴുപ്പ് വരും. അപ്പം നമുക്ക് പച്ചക്കറികളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ പച്ചക്കറികളായിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? കപ്പ, കാച്ചിൽ, ചീനി, ചേമ്പ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇതെല്ലാം സത്യത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സാണ്. പണ്ട് നമ്മൾ ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ചോറൊന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ കപ്പയും കാച്ചിലും ഒക്കെ പുഴുങ്ങി ചമ്മന്തിയുമായിട്ടായിരുന്നു. അപ്പോൾ അത് പഞ്ചസാരയുടെ സോഴ്സ് തന്നെയാണ്. അപ്പം ഈ ഊണിൻ്റെ കൂടെ കപ്പ കഴിക്കുന്നത്, ഊണിൻ്റെ കൂടെ കാച്ചിൽ, ചീനി വേവിച്ചത് കഴിക്കുന്നത് കൂടുതൽ പഞ്ചസാരയുടെ അളവ് കൂട്ടത്തതേ ഉള്ളൂ. അപ്പോൾ പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിക്കുന്നതിൽ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പഞ്ചസാര കിട്ടുന്നത് ഈ വേവിച്ച് വെച്ച ചോറിൽ നിന്നാണ്. പിന്നെ നമ്മൾ വേവിക്കുന്ന ഈ കാച്ചിൽ, ചീനി, ചേമ്പിൽ നിന്നാണ്. ബാക്കിയുള്ളതിനകത്ത് പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണ്. അപ്പം ബാലൻസ്ഡ് ആയിട്ട് മാറ്റി മലയാളികൾ ഇങ്ങനെ ഉണ്ണാൻ ശീലിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരാതെ നോക്കാം. നന്ദി.